ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റെയിൽവേയിൽ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന, എസ്പെഷ്യലി നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഒരു അറ്റ്ലീസ്റ്റ് 45% മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അവസരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രിയുടെ അണ്ടറിൽ നമുക്ക് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, ഞാൻ പറയാൻ പോകുന്നത് CMA എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചിട്ടാണ്. CMA എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ലെവൽ 6 ആണ്. 35,400 ഇനീഷ്യൽ പേ ഉണ്ട്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ജനറൽ കാറ്റഗറി, 36 വയസ്സ് വരെ OBC കാറ്റഗറിക്കും, അതേപോലെ തന്നെ 33+5 38 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സും എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. CMA എന്ന് പറയുന്നൊരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുൻപ് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് പോലെ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. CMA എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്താ വന്നിരിക്കുകയാണ്, 14th ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്ത് 13th വരെയാണ്. പിന്നെ നമുക്ക് എത്ര സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടെസ്റ്റുകളാണ്. CBT 1ഉം CBT 2ഉം. പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ പ്രകാരമാണ് പോകുന്നത്. സാലറി സ്ട്രക്ചർ വരുന്നത് 35,400 രൂപ വരെയാണ്. ലെവൽ 6th പേ CPC അനുസരിച്ചിട്ടാണ് 35,400 രൂപയാണ് വരുന്നത്. അപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതാണ് സെപ്റ്റംബർ മന്ത് 13 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് 35 ന്യൂ CMA വേക്കൻസീസ് ആണ് നമുക്ക് മൾട്ടിപ്പിൾ RRBസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം JEE ഇലക്ട്രിക്കൽ പോസ്റ്റ് കാര്യം നോക്കണ്ട, ഞാനിപ്പോൾ CMAനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. മിനിമം 45% മാർക്കോട് കൂടിയിട്ട് നിങ്ങളത് പാസ്സായിരിക്കണം. സ്റ്റേജ് 1 CBT 1 എക്സാം ആണ്. അതിൽ നമുക്ക് മാത്സ്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ ജനറൽ സയൻസ്. ഫസ്റ്റ് CBT 1 അതാണ് വരുന്നത്. CBT 2 കുറച്ചും കൂടെ ജനറൽ അവയർനെസ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവറോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ ടെക്നിക്കൽ എബിലിറ്റീസ് കൂടുതലായിട്ട് നമ്മളിപ്പം ഓരോന്നിനിപ്പം JED ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ, ഇപ്പോൾ നമ്മുടെ CMA ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിക്കും കൂടെ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്. പിന്നീട് നമുക്ക് സ്റ്റേജ് 3 വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതിനകത്ത് എഡ്യൂക്കേഷൻ, ഏജ്, കാറ്റഗറി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും CBT ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്ക് വരുന്നത്. ഇനി സ്റ്റേജ് 4 മെഡിക്കൽ എക്സാമിനേഷനാണ് വരുന്നത്. ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് 4ലേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല, അപേക്ഷിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ JEE മാത്രം കേട്ടല്ലെങ്കിൽ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന രീതി, അതുപോലെ റെയിൽവേയുടെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ, റെയിൽവേയുടെ ഏറ്റവും ബേസ് ലെവൽ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ഏറ്റവും ഫൗണ്ടേഷൻ ക്ലാസ്സസ് CBT 1 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.